ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ലൂസിഫർ കണ്ട് പൃഥ്വിരാജ് ഡയറക്ഷൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അപ്പോൾ എമ്പുരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പോകാൻ ധൃതിയായി. അപ്പോൾ സെക്കൻഡ് ഡേ ആണ് ടിക്കറ്റ് ലഭിച്ചത്. അപ്പോൾ റെഡിയായി ഞങ്ങൾ വേഗം തന്നെ മട്ടന്നൂർ ഓറയിലേക്കാണ് പോയത്. അപ്പോൾ ലേസും വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിവിടെ മട്ടന്നൂർ ഓറോ സിനിമാസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല തിരക്കെല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും റിവ്യൂ, ഇവിടെ മട്ടന്നൂരിലെ എല്ലാവരും റിവ്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സിനിമയുടെ റിവ്യൂ എടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പടം കണ്ടിട്ട് പറയാം. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താ പറയേണ്ട, ഇംഗ്ലീഷ് പടം പോലെ തോന്നി. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഫുള്ളൊരു നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കണ്ട ഒരു ഫീലാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഫുൾ ആക്ഷൻ, അധികം ഡയലോഗൊന്നും ഇല്ലാണ്ട് ആക്ഷൻ കുറച്ച് കൂടുതലുള്ളത് പോലെ തോന്നി. അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. അപ്പോൾ സ്ക്രീന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ആ സീന് പിന്നെ 5 കൊല്ലം കാത്തുന്ന ബർത്ത് തന്നെയാണ്. പിന്നെ ഇത് എന്താ പറയാ, നല്ല ഭയങ്കര ലെവൽ തന്നെ. ഹോളിവുഡ് പാട്ടിന്റെ അത്ര ഫൈറ്റ് സെറ്റപ്പ് സീൻ തന്നെ, മേക്കിംഗ് ആണ് ഏറ്റവും പറയേണ്ടത്. പിന്നെ പല കാര്യവും പ്രസന്റ് സിനാരിയോ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആണ്. പിന്നെ തേർഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കണം. അടിപൊളിയായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം അടിപൊളിയായിരുന്നു. തകർപ്പൻ. അതെ, എല്ലാവരും പറഞ്ഞ അടിപൊളിയാണ്. പിന്നെ നമ്മളെ ട്രിപ്പുള്ള പൊളിറ്റിക്സും അതുപോലെ ഇന്ത്യൻ പൊളിറ്റിക്സ് എല്ലാം സംസാരിക്കുന്നുണ്ട്. പിന്നെ വിഷ്വലി ഒരു ഭയങ്കര മലയാള സിനിമയിൽ കാണാത്ത മോഡൽ കാണണം തോന്നുന്നില്ല. മലയാള സിനിമയാണ് എന്തായാലും എല്ലാവരും കാണണം. മൂവി മൊത്തത്തിൽ നല്ല അഭിപ്രായം. നല്ല എന്താ, പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ നല്ല ഇഷ്ടമായി. പിന്നെ ഒരു ഇല്ല, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയി തോന്നി. അതുപോലെ ആക്ഷനൊക്കെ മോനൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു വയലൻസും ഒക്കെ തോന്നി. വെയിറ്റിംഗ്. അടിപൊളി.